നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ബന്ധം ഒരു പരിധി കടന്നപ്പോ മായമ്മ ജയരാമനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നായപ്പോ തനിക്ക് മാനഹാനിയും പണനഷ്ടവും ഉണ്ടാകുമെന്ന് ഭയന്ന് അതിനെല്ലാം ഒരേ ഒരു മാർഗമേ ജയരാമൻ കണ്ടുള്ളൂ, മായമ്മയെ കൊല്ലുക. അതാണ് അയാൾ ചെയ്തത്. വിളിക്ക്. CC 1040/2024 ചെമ്പകമംഗലത്തെ ജനാർദ്ദനൻ മകൻ ജയരാമൻ. ജയരാമൻ 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 ഹാജരുണ്ടോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കേസ് വായിക്കൂ. 2024 ഡിസംബർ 10 വൈകിട്ട് 7 മണിയോട് അടുത്ത സമയത്ത് ചിറയിൽ പറമ്പത്ത് മായമ്മ എന്ന സ്ത്രീയെ ഈ കേസിൽ ചുമത്തിയിരിക്കുന്ന കൊലക്കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. നോ യുവർ ഓണർ, ഈ ക്രൈം ഇയാൾ ചെയ്തത് തന്നെയാണ്, നോ ഡൗട്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. താങ്ക് യു ഓണർ. യു പ്രൊസീഡ്. ജയരാമനും മായമ്മയും തമ്മില് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നതിന് സാഹചര്യ തെളിവുകളുണ്ട്. ആ ബന്ധം ഒരു പരിധി കടന്നപ്പോ മായമ്മ ജയരാമനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നായപ്പോ തനിക്ക് മാനഹാനിയും പണനഷ്ടവും ഉണ്ടാകുമെന്ന് ഭയന്ന് അതിനെല്ലാം ഒരേ ഒരു മാർഗമേ ജയരാമൻ കണ്ടുള്ളൂ, മായമ്മയെ കൊല്ലുക. അതാണ് അയാൾ ചെയ്തത്. ഈ കേസ് അന്വേഷിച്ചതും പ്രതിയായ ജയരാമനെ അറസ്റ്റ് ചെയ്തതും പ്രതിയുടെ മകളുടെ ഭർത്താവായ ACP കാർത്തിക്കാണ്. സ്വന്തം അമ്മാവനെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ മരുമകനായ കാർത്തിക് തയ്യാറാകോ? ഈ കേസിൽ പ്രതിയായ ജയരാമൻ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് ഇതിനു മുമ്പ് തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സമാനവും വളരെ പ്രമാദവുമായൊരു കേസ്, മർഡർ കേസ് ജയരാമന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. മാധുരി കൊലക്കേസ്. അതിൽ ജയരാമൻ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നിട്ടുള്ളതുമാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ആ കേസിൽ നിരപരാധിയാണെന്ന് കണ്ട് ജയരാമനെ ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ടിട്ടുള്ളതാകുന്നു. നോ സർ, ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ആ കോടതി വിധിക്കെതിരെ അപ്പീൽ പോയിട്ടുള്ളതാ. ഓൾ എവിഡൻസ് ആർ സബ്മിറ്റഡ് ടു കോർട്ട്. മാത്രമല്ല, ക്രിമിനൽ സ്വഭാവമുള്ള ജയരാമന്
ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുത്താൽ അയാൾ സാക്ഷികളെല്ലാം സ്വാധീനിക്കും. അയാൾ ആൾബലവും സമ്പത്തും ഉള്ള ആളാണ്. പ്രസിദ്ധമായ ഒരു കുടുംബത്തിലെ അംഗമാണ്. ആരെയും കൊല്ലാൻ മടിക്കാത്ത മനസ്സിന്റെ ഉടമയാണ് അയാൾ. അതുകൊണ്ട് ജയരാമൻ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ച ഈ ബെയിൽ പെറ്റീഷൻ അംഗീകരിക്കരുത്. അയ്യോ, അയാൾക്ക് ജാമ്യം കൊടുക്കരുത്. ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം. റിമാൻഡിൽ കഴിയുന്ന എന്റെ കക്ഷിയുടെ ബെയിൽ പെറ്റീഷന്റെ പേരിൽ ചെയ്യാത്തതായ കുറ്റങ്ങളെല്ലാം കണ്ടെത്തി കടലുപോലെ തിരയടിച്ച് പ്രസംഗിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ആവേശത്തിന് ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഒരു ജാമ്യ ഹർജിയുടെ പേരിൽ ഇത്രയും കുറ്റങ്ങൾ ചാർത്തിയ PP കേസ് വിസ്താരവേളയിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ വല്ലാത്ത സഹതാപം തോന്നുന്നു. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. നിങ്ങൾ കാര്യത്തിലേക്ക് വരൂ സുബ്രഹ്മണ്യം. യുവർ ഓണർ, എന്റെ കക്ഷിയായ ജയരാമൻ ഈ കുറ്റം ചെയ്തിട്ടില്ലെന്ന് നിസ്സംശയം തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഈ ക്രൈം നടക്കുന്ന സമയത്തിന് തൊട്ടു മുൻപ് പാളയത്തെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ജയരാമൻ പെട്രോൾ അടിക്കുന്ന CCTV ഫൂട്ടേജ്. മായമ്മയെ കൊന്നത് ജയരാമനാണെന്ന് തെളിയിക്കാൻ പോലീസ് കണ്ടെത്തിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തെളിവ് അയാളുടെ വാച്ചാണ്. ആ വാച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വാച്ച് നിങ്ങളുടേതല്ലേ? അതെ. വാച്ച് അയാളുടേതാണെന്ന് അയാൾ സമ്മതിച്ചല്ലോ. വാച്ച് ജയരാമന്റേത് തന്നെ. ബാക്കി ജയരാമൻ പറയും. പറയൂ ജയരാമ. ആ വാച്ച് 20 കൊല്ലം മുമ്പ് ഒരു ബർത്ത്ഡേക്ക് എന്റെ ഭാര്യ ദേവി എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ആ വാച്ചിന്റെ സൂചി ഒടിഞ്ഞ് അതിനകത്ത് തന്നെ കിടക്കുക. അത് കേടായിട്ട് 10-15 വർഷമായി. ഒരു സെന്റിമെന്റൽ വാല്യൂ ഉള്ള ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇത് ആരാ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന് എനിക്ക് അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.